നമ്മളിന്ന് ഓട്ടോക്ലേവ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ഓട്ടോക്ലേവുകളിലും സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഇത് രണ്ടും സേഫ്റ്റി വാൽവുകളാണ്, യൂസറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി വാൽവുകളാണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് വാക്വം ബ്രേക്കർ എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. ഇത് ഈ പറയുന്ന പോലെ മെഷീൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉള്ളിൽ വാക്വമൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മെഷീൻ്റെ പാർട്സ് വലിഞ്ഞത് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മെഷീനാണെങ്കിലും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള വാക്വം ബ്രേക്കറാണിത്. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രഷർ ഗേജ് കാണാം. അപ്പോൾ നമ്മൾ 15 PSI പ്രഷറാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഷർ കൂടിപ്പോയാലോ കുറഞ്ഞു പോയാൽ എത്രത്തോളം ഉണ്ട് ചേമ്പറിനകത്തുള്ള പ്രഷർ എന്നുള്ള കാര്യം നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സ്റ്റീം എക്സോസ്റ്റ് വാൽവാണ്. ഉള്ളിലെ പ്രഷർ റിലീസ് ചെയ്യാനായിട്ട്, സ്റ്റീമായിട്ട് റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് വാൽവ് ഉണ്ട്. ഇത് ഓപ്പൺ ആക്കിയും ക്ലോസ് ആക്കിയും വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ക്ലോസ് ആക്കിയാണ് വയ്ക്കാറ്. അതുപോലെ തന്നെ സൈഡിലേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മുടെ കൺട്രോൾ പാനൽ കാണാം. ഇത് ഡിജിറ്റലുള്ള ഓട്ടോക്ലേവ് ആണ്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മോഡൽ ഓട്ടോക്ലേവുകളിലൊക്കെ സ്റ്റാൻഡേർഡായിട്ട് തന്നെ വാട്ടർ ലെവൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനകത്തൊരു അലാം കേൾക്കും. അതെങ്ങനെയാണെന്നുള്ള കാര്യം കാണിച്ചു തരാം. അതുപോലെ തന്നെ വാട്ടർ ലെവൽ കുറവാണെങ്കിൽ ഹീറ്റർ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് ഹീറ്റർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഡിജിറ്റൽ മോഡൽ ഓട്ടോക്ലേവുകളിലൊക്കെ അത് വയ്ക്കാറുണ്ട്. ഇനി അഥവാ കസ്റ്റമർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാത്രം അതില്ലാതെയും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇതിനകത്ത് ചില എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു മെഷീനിലേക്ക് വരുമ്പോൾ ഉണ്ട്. അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതുപോലെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇത് നമ്മുടെ വാട്ടർ ഔട്ട്ലെറ്റ് വാൽവാണിത്. ഇതെല്ലാത്തിലും സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന പോലെ തുറന്നു കഴിയുമ്പോൾ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരും. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഗ്ലാസ് ട്യൂബാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വെള്ളത്തിൻ്റെ അളവ് എന്തോരം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട്. പക്ഷേ ഐഡിയലി ഒരു യൂസർ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈൻ കണ്ടല്ലോ, ഈ ഒരു ലൈനിൻ്റെ അവിടെയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ലെവലിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന കാര്യമാണ് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യം. അതുപോലെ ഈ മെഷീൻ്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ വേറെ രണ്ട് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഷർ കട്ട് ഓഫ് സ്വിച്ചാണ്. അപ്പോൾ ഉള്ളിലുള്ള പ്രഷർ നമ്മൾ ആദ്യമേ പറഞ്ഞു, രണ്ട് സേഫ്റ്റി വാൽവുകളുണ്ട്. അപ്പോൾ പ്രഷർ എക്സീഡായി പോയി കഴിഞ്ഞാൽ യൂസറിൻ്റെ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ മെഷീൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി വാൽവ് വച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇൻ കേസ് അതങ്ങനെ വർക്കായില്ല, ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു 3rd ലെവൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രഷർ കട്ട് ഓഫ് വച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 17-18 റേഞ്ചിലേക്കൊക്കെ പ്രഷർ പോയി കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓഫാവും, അതായത് ഹീറ്റർ ഓഫാവും. അതിനുശേഷം പ്രഷർ ഒന്ന് കുറഞ്ഞ് ഒരു നോർമൽ ലെവലിലേക്ക് വന്നതിന് ശേഷമേ മെഷീൻ ഓൺ ആവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഷർ കട്ട് ഓഫ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോ പർജിങ് ഫീച്ചറാണ്. അപ്പോൾ തിയററ്റിക്കലി ഓട്ടോക്ലേവിൻ്റെ ഒരു യൂസിങ് പറയുകയാണെങ്കിൽ ഒരു 90 to 100 ഡിഗ്രി ഒക്കെ ആവുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാം ഉള്ളിൽ സ്റ്റീം ഫോം ചെയ്യും. അപ്പോൾ ഉള്ളിലുള്ള സ്റ്റീമിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടാമിനേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തിയററ്റിക്കലി പറയുന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90-നും 100 ഡിഗ്രിക്ക് ഇടയിലുള്ള സ്റ്റീം പുറത്തേക്ക് കളയണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓട്ടോ പർജിങ് എന്ന് പറയുന്ന ഈ ഫീച്ചർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90 to 100 ഡിഗ്രിയുടെ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലുള്ള സ്റ്റീം ഇതിലൂടെ പോകും. അപ്പോൾ അത് ഈ രണ്ട് ഫീച്ചേഴ്സാണ്, ഈ പ്രഷർ കട്ട് ഓഫ് ആണെങ്കിലും അതുപോലെ തന്നെ ഓട്ടോ പർജിങ് ആണെങ്കിലും യൂസറിന് അതിനകത്തൊന്നും തന്നെ സെറ്റ് ചെയ്യാനൊന്നുമില്ല. ഇത് ഫാക്ടറിയിൽ നിന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് എക്സ്ട്രാ ഫീച്ചറായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇതില്ലാത്തൊരു മെഷീനാണെങ്കിൽ, ഈ ഓട്ടോ പർജിങ് എന്ന് പറഞ്ഞ ഫീച്ചർ ഇല്ലാത്തൊരു മെഷീനാണെങ്കിൽ ശരിക്കും യൂസർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90 ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രഷർ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പ്രഷർ മാനുവലി കുറച്ച് തുറന്നു വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അതാണ് തിയററ്റിക്കലി പറയുകയാണെങ്കിൽ ചെയ്യുന്നൊരു പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ മാനുവലി തുറന്നിടുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ പർജിങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മെഷീൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം പറയാം. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ വാട്ടർ ലെവൽ കട്ട് ഓഫ് വർക്കാവുന്നതെന്നുള്ള കാര്യം, അതുപോലെ തന്നെ വാട്ടർ ലെവലിൻ്റെ അലാം എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ മെഷീൻ ഒന്ന് ഓണാക്കുകയാണ്. അപ്പോൾ ഓൾറെഡി മെഷീൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇല്ലാതിരിക്കുന്ന അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മെഷീനൊന്ന് ചരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഈ ഒരു അലാം സൗണ്ട് കേൾക്കാൻ പറ്റും. അതായത് വെള്ളം കുറവാണെന്നുള്ളത് കാണിക്കാനാണ്. അപ്പോൾ അതുപോലെ തന്നെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും വെള്ളം കുറവാണെങ്കിൽ ഈ LOL എന്നുള്ള കാര്യം എഴുതി കാണിക്കും. അതായത് ലോ ലെവലിനാണ് കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കണം. ഇത് വെള്ളം കുറവാണെങ്കിൽ കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷനാണ്.
ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് മെഷീൻ ഓൺ ആക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ലിഡ് പ്രോപ്പറായിട്ട് ഓപ്പൺ ആക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒത്തിരി നോബുകളുണ്ട്. അപ്പോൾ ഈ നോബുകൾ തുറക്കാൻ നേരത്ത് നമ്മൾ ഓരോന്നായിട്ട് തുറക്കരുത്. നമ്മളെപ്പോഴും തുറക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള നോബുകൾ തുറക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ തുറക്കുകയാണെങ്കിൽ എല്ലായിടത്തും പ്രഷർ ഈക്വലായിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഒരു സൈഡ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൂടുതലായിട്ട് താഴ്ന്നു പോകും, ഇവിടെ മാത്രം അങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോൾ അത് കൂടുതൽ എഫേർട്ട് ഇടേണ്ടില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഓപ്പോസിറ്റ് നോക്കി തുറക്കുക, അല്ലെങ്കിൽ അടയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ലിഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൊണ്ട് ചവിട്ടിയിട്ട് വേണം ഇത് ഓപ്പൺ ആക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിൽ ചവിട്ടുക, സൈഡിലേക്ക് നീക്കുക. അപ്പോൾ അവിടെ ലോക്കായി കഴിയുമ്പോൾ നമുക്ക് മുകളിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഇനി താഴേക്ക് പോരില്ല, ഈ സാധനം അവിടെ ലോക്കായി. പിന്നെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാമെന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാവുന്നൊരു കാര്യം. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സാമ്പിളും അതുപോലെ തന്നെ ബാസ്ക്കറ്റ് നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ മെഷീനിലും ഈ പറയുന്ന പോലെ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവില്ല. അതില്ലാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡ് കണ്ടല്ലോ, ഈ സ്റ്റാൻഡിൻ്റെ ലെവലിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം. മീൻസ് നമ്മളിതിനകത്ത് സാമ്പിൾ വെച്ചതിന് ശേഷം ഈ പറയുന്നത് പോലെ ഈ ഒരു അടപ്പ് ഇതിൻ്റെ ഡയറക്റ്റ് ലെവലിൽ കൊണ്ടുവരണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങോട്ടും ഇവിടെ നീങ്ങിയിരിക്കരുത്, ഈ ഒരു ലെവലിന് കറക്റ്റായിട്ടിരിക്കണം. അതിനുശേഷം ഈ പെഡൽ ഉപയോഗിച്ചിട്ട് തന്നെ ടാങ്കിലേക്ക് വയ്ക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രൂവുകൾ തമ്മിൽ കറക്റ്റ് ആവുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ അടയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡ് ചേർത്ത് അടച്ചു പോകും. നന്നായിട്ട് ടൈറ്റായിട്ട് അടയ്ക്കണം, കാരണം അല്ലെങ്കിൽ പ്രഷർ എസ്കേപ്പ് ആവും. നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് അടയ്ക്കുക. ഓപ്പോസിറ്റ് ആദ്യം അടച്ചു പോവുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ നോബും ടൈറ്റാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം വരേണ്ടത് ഈ കൺട്രോൾ പാനലിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം പവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് കറണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡിജിറ്റൽ കൺട്രോളർ ഓണാക്കാനായിട്ട് ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, ഒരു MCB ഉണ്ട്. ഈ ഒരു MCB നമ്മൾ ഓണാക്കുക എന്നുള്ളതാണ്. ഇത് ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ പവർ വരും. അപ്പോൾ ഇതിനകത്ത് ഈ ചുമപ്പി കാണിക്കുന്നത് നിലവിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറാണ്. നിലവിലുള്ളിലുള്ള വെള്ളത്തിന് 29.4 ഡിഗ്രി ടെമ്പറേച്ചറാണ്. ഇത് നമ്മൾ ചെയ്യാന്നുള്ളത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ സെറ്റ് ബട്ടണിൽ ഒന്ന് അമർത്തി പ്രസ് ചെയ്യുക. അപ്പോൾ SP എന്ന് വരും. SP എന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം 121 ഡിഗ്രി ടെമ്പറേച്ചറാണ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ ഓട്ടോക്ലേവ് പ്രൊസീജിയറിനെ സെറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകാനായിട്ട് അത് ഓൾറെഡി കുറച്ച് സമയം എടുത്ത കാരണം ബാക്ക് ഹോം പേജിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും സെറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ SP വന്നു. അടുത്ത പേജിലേക്ക് പോകാനായിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് TIMR എന്ന് കാണാം, അത് ടൈമറാണ്. നിലവിൽ 20 മിനിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വേണ്ടി സ്റ്റാൻഡേർഡായിട്ട് 20 മിനിറ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് വെറുതെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി നമ്മളൊരു 3 മിനിറ്റ് സെറ്റ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു, നമ്മൾ വീണ്ടും ഹോം പേജിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ടൈമും അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ മെഷീൻ ഓൺ ആക്കാനായിട്ട് ഈ ഒരു സെറ്റ് ബട്ടണിൽ തന്നെ 10 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു കളർ വന്നു, ഇവിടെ ഹീറ്റർ ഓണായി. അപ്പോൾ അങ്ങനെ നമ്മുടെ മെഷീൻ സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഉള്ളിലുള്ള ടെമ്പറേച്ചർ കാണാം, താഴെ നമ്മുടെ സെറ്റ് വാല്യൂ കാണാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടുന്നത് കാണാം, കാരണം നമ്മുടെ ഹീറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളത് 121 ഡിഗ്രി ആവുക, അതുപോലെ തന്നെ പ്രഷർ ഇവിടെ 15 PSI ആവുക എന്നുള്ളതാണ്. അപ്പോൾ വൺസ് നമ്മൾ അത് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ടൈമർ ഓൺ ആവുള്ളൂ. വൺസ് ഈ 121 ഡിഗ്രി ആയാൽ മാത്രമേ നമ്മുടെ ടൈമർ ഓൺ ആവുള്ളൂ. ടൈമർ ഓൺ ആയിട്ട് നമുക്ക് 3 മിനിറ്റ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അലാം കേൾക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനി വെയിറ്റ് ചെയ്യാം.
നമ്മൾ ടെമ്പറേച്ചർ ഇതിനകത്ത് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ കൺട്രോളറിൽ ഇങ്ങനെ ടെമ്പറേച്ചർ ചൂട് കൂടുന്നതനുസരിച്ച് കൂടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ പ്രഷറും ഇൻക്രീസ് ആയി വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും 121 ഡിഗ്രി ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്രഷറും റീച്ച് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ 93 ഡിഗ്രി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഓട്ടോ പർജിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ 100 ഡിഗ്രി ആവുന്നതിന് മുമ്പേ ഉള്ളിലുള്ള ഈ സ്റ്റീമൊക്കെ ഒന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഓട്ടോ പർജിങ്. അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ 121 ഡിഗ്രി നമ്മൾ അച്ചീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ടി എന്നുള്ള ടൈമർ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ബട്ടണിൽ 2 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ടൈമർ എന്തോരം ആയി എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ 1 മിനിറ്റാണ് ഇപ്പോൾ ടൈമർ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ 2 മിനിറ്റാണ്, 2 മിനിറ്റ്, 3 മിനിറ്റ് എന്നുള്ള കാര്യമൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ടൈമർ എത്രത്തോളം ആയി എന്നുള്ളതും ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മൾ 2 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ വീണ്ടും നമ്മുടെ സെറ്റ് വാല്യൂ, ടെമ്പറേച്ചർ വാല്യൂയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ നമുക്കത് ടോഗിൾ ചെയ്യാം. ടൈം അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞെക്കിയാൽ മതി. അതുപോലെ തന്നെ സെറ്റ് വാല്യൂ അറിയണമെന്നുണ്ടെങ്കിലും ഇവിടെ 2 സെക്കൻഡ് മാത്രം പിടിച്ചാൽ മതി. 2 സെക്കൻഡ് പിടിക്കുക, വിടുക, അറിയാൻ പറ്റും. ഇപ്പോൾ 1 മിനിറ്റാണ്, ഉടനെ തന്നെ 2 മിനിറ്റ് ആവും. 3 മിനിറ്റാണ് നമ്മളിപ്പോൾ നിലവിൽ വച്ചിട്ടുള്ളത്. 3 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് ഫിനിഷ് ആവും. അപ്പോൾ നമ്മൾ 3 മിനിറ്റ് ആയി. അതോടുകൂടി തന്നെ എൻഡ് ഓഫ് സൈക്കിൾ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തി. അതായത് പ്രോസസ്സ് ഫിനിഷായി. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു ഓട്ടോ പർജിങ് വർക്കാവുന്നത് കാണാം. ഇപ്പോൾ 115 ഡിഗ്രി ടെമ്പറേച്ചർ ആവുന്നത് വരെ മെഷീൻ ഓൺ ആണെങ്കിൽ ഓട്ടോ പർജിങ് വർക്കാവും. ഓട്ടോ പർജിങ് ഉള്ള മെഷീനാണെങ്കിൽ. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇവിടെ നമുക്കൊരു അലാം കേൾക്കാം. ഇപ്പോൾ അലാം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ നോക്കി കഴിഞ്ഞാൽ അലാം ഓഫാവും. അതുപോലെ തന്നെ മെഷീൻ ഇനി നമുക്കിവിടെ MCB ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു സംശയം വരാം, എന്തിനാണ് ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഓട്ടോ പർജിങ് വർക്കാവുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷവും ഓട്ടോ പർജിങ് വർക്കാവുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 115 ഡിഗ്രി ആവുന്നത് വരെ മെഷീൻ ഓൺ ആണെങ്കിൽ ഓട്ടോ പർജിങ് വർക്കാവും. പക്ഷേ മെഷീൻ ഓഫ് ആണെങ്കിൽ ഓട്ടോ പർജിങ് വർക്കാവില്ല. അപ്പോൾ അങ്ങനെ ഉള്ളിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ വെച്ചിരിക്കുന്ന സാധനങ്ങളിലൊന്നും അധികം ഈർപ്പം ഇങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സിന് ശേഷവും ഓട്ടോ പർജിങ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇനിയിപ്പോൾ വീണ്ടും ഈ മെഷീൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും ബാക്കിൽ സ്വിച്ച് ഓൺ ആക്കുക. അപ്പോൾ ഇപ്പോഴും EOC എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വീണ്ടും 10 സെക്കൻഡ് ഞെക്കി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അത് സ്റ്റാർട്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെഷീൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വൺസ് ആ ഒരു എൻഡ് ഓഫ് സൈക്കിൾ ആയി കഴിഞ്ഞാൽ വീണ്ടും ഓണാക്കി കഴിയുമ്പോൾ EOC എന്ന് തന്നെയായിരിക്കും കാണിക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 10 സെക്കൻഡോട് ഞെക്കി പിടിച്ചാൽ മതി, മെഷീൻ സ്റ്റാർട്ടാവും. അതുപോലെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറുതെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ SP എന്നുള്ള പോയിന്റിലേക്ക് പോകും. അന്നേരം നമ്മൾ എന്ത് ചെയ്താൽ സ്റ്റാർട്ടാവില്ല. നമ്മൾ ഈ ഒരു മെനുവിൻ്റെ പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോയതിന് ശേഷം ഈ ഒരു മെയിൻ മെനുവിൽ ചെന്നതിന് ശേഷം മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. അപ്പം അന്നേരം നമ്മൾ 10 സെക്കൻഡ് ഞെക്കി പിടിക്കുക എന്നുള്ളതാണ്, ഹീറ്റർ ഓൺ ആവുന്നവരെ. അപ്പോൾ ഓക്കെ, നമ്മളത് വീണ്ടും ഓഫ് ചെയ്യുകയാണ്. ഇത് എങ്ങനെയാണ് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം കാണിച്ചതാണ്. അതായത് നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മെഷീൻ ഓഫ് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായും ഇതിനകത്ത് വച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ പുറത്തേക്ക് കളയണം. അപ്പോൾ ഇത് സൂക്ഷിച്ച് വേണം നമ്മൾ കളയാനായിട്ട്. ഭയങ്കര പ്രഷറാണ്, അതേപോലെ നല്ല ചൂടാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കളയാനായിട്ട്. അപ്പോൾ വൺസ് ഈ പ്രഷറും ഈ എയറൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് സാധനം എടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും.